സ്നേഹമുള്ളവരെ, എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. അപ്പനും അമ്മയും 3 മക്കളും. അപ്പൻ വിദേശ രാജ്യത്താണ് ജോലി ചെയ്യുന്നത്. അധികം ശമ്പളമൊന്നുമില്ല. അമ്മ ഒരു സ്ഥാപനത്തിൽ ഓഫീസ് വർക്ക് ചെയ്യുന്നു. അമ്മ പറഞ്ഞ കാര്യം ഇതാണ്: അച്ഛാ, മകളെയും മകനെയുമൊക്കെ വളർത്തിക്കൊണ്ടുവരുവാൻ വലിയ പ്രയാസമായിരുന്നു. മൂത്ത മകള്, അവൾക്ക് വലിയ വേദനയും ദുഃഖമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവൾക്ക് അവരുടെ കൂട്ടുകെട്ടുകളൊക്കെ വലിയ ബുദ്ധിമുട്ട് എന്നിൽ ജനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. രണ്ടാമത്തെ മകൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമപ്പെടുവാൻ ഇടയായി. അപ്പോഴും എൻ്റെ മനസ്സ് പതറി. മൂന്നാമത്തെ ആൾ പഠിക്കാൻ അധികം കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛനറിയാവോ, ഇവർക്ക് വേണ്ടിയിട്ട് ഇവരുടെ വിവാഹം കഴിയുന്ന വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ 3 മക്കൾക്ക് വേണ്ടിയും ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. മൂത്ത മകൾക്ക് വേണ്ടി ഞാൻ സന്തോഷത്തിൻ്റെ ജപമാല ചൊല്ലുമായിരുന്നു. മകന് വേണ്ടി ദുഃഖത്തിൻ്റെ ജപമാല. മൂന്നാമത്തെ ആൾക്ക് വേണ്ടി മഹിമയുടെ ജപമാല ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അച്ചോ, ഏകദേശം 5.5, 6.5, 8 വർഷം ഈ 3 മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് സന്തോഷമുണ്ട്. അവർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ 3 പേരും വിദേശ രാജ്യങ്ങളിൽ അവർക്ക് കുഞ്ഞുമക്കളുമായി സന്തോഷമായി ജീവിക്കുന്നു. അച്ചോ, പരിശുദ്ധ അമ്മ നൽകിയ ആ അനുഗ്രഹം തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നു. ജോലിയെല്ലാം കഴിഞ്ഞു വന്നു കഴിയുമ്പം ഇവർക്ക് 3 പേർക്ക് വേണ്ടിയിട്ടും ഇത്രമാത്രം പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് പറ്റില്ലായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ മുട്ടുകുത്തി, ഉറക്കം വരുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കും, കൈവിരിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ ഒരു വിശ്വാസം കണ്ടോ? അതായത് ദൈവം കഴിവ് കൊടുത്തു. അങ്ങനെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ജീവിതത്തിൽ മക്കൾ താളം തെറ്റുമ്പോൾ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച ഒരമ്മ. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മിൽ നിന്ന് അകന്നുപോയി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തോന്നുമ്പോൾ ഇതുപോലെ അമ്മയുടെ സാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുവാണെങ്കിൽ അമ്മ അത്ഭുതങ്ങൾ വർഷിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്ന നിമിഷമുണ്ട്. ആ സമയമൊക്കെ അമ്മയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.